ബക്രീദിന് അവധിയായത് കാരണം നമുക്ക് കിട്ടിയ ലോങ് വീക്കെൻഡ് എവിടെ പോകണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് മധുര രാമേശ്വരം വഴി ധനുഷ്കോടി പോയാലോ എന്നുള്ള പ്ലാൻ സെറ്റാവുന്നത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് സെറ്റാക്കിയ ഒരു ട്രിപ്പാണിത്. അധികം ആലോചിക്കാണ്ട് ഒറ്റ മൈൻഡിൽ എടുത്ത് ചാടിയ ഒരു ട്രിപ്പ്. നമുക്കൊരു 3 ദിവസം കിട്ടല്ലേ, അപ്പം ഞങ്ങളൊരു 3 ഡേ ഐറ്റിനറി ആണ് കേട്ടോ വിചാരിക്കുന്നത്. ഫ്രൈഡേ ഏർലി മോർണിംഗ് 3 o'clock ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഡയറക്റ്റ് മധുര, അതിനുശേഷം മധുരയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം സാറ്റർഡേ ഞങ്ങൾ രാമേശ്വരം ധനുഷ്കോടിയും കൂടെ പോയിട്ട് വൈകുന്നേരം റിട്ടേൺ അടിക്കാനായിരുന്നു കേട്ടോ പ്ലാൻ. അങ്ങനെയാണെങ്കിൽ സൺഡേ രാവിലെ ആകുമ്പോഴത്തേക്കിനും ഇവിടെ ട്രിവാൻഡ്രത്ത് എത്തുമല്ലോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ ഞങ്ങൾ രാവിലെ 3 മണിക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ 3 പേര് ആദ്യമായിട്ടാണ് മധുര രാമേശ്വരം ഒക്കെ പോണത്. ലിബിൻ ഓൾറെഡി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ യാത്രയിലുള്ള പറ്റുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. രാവിലെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഒരു 6 മണി 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് എല്ലാവരും കുറച്ച് നേരം ഉറങ്ങാലോ എന്ന് വിചാരിച്ചു. വണ്ടിയിൽ കിടന്നുറങ്ങുന്നതിന്റെ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ അധികം നേരമൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്റ്റെഫി നേരത്തെ ഉറങ്ങിയത് കാരണം ഞങ്ങൾ കുറച്ച് ദൂരത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കേട്ടോ ഈ ഒരു നെൽപ്പാടമൊക്കെ കണ്ടത്. ഞങ്ങളാണെങ്കിൽ കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കിനും നമ്മുടെ ഈ മുൾച്ചെടി കണ്ടു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ സാധാ തൊട്ടവാടി പോലെ അല്ല ഇത്. ഇതിന്റെ ഇലയൊക്കെ നല്ല വലുപ്പമുള്ളതാണ്, മുള്ളും നല്ല കൂർത്തതാണ് കേട്ടോ. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ഒരു മുൾച്ചെടി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുൾച്ചെടി തമിഴ്നാട്ടിൽ ഇത്രയധികം കാണുന്നതെന്നൊരു ഐതിഹ്യ കഥയുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നെൽപ്പാടങ്ങൾ മുൾച്ചെടിയൊക്കെ കണ്ടിട്ട് വീണ്ടും യാത്ര തുടർന്നു. അപ്പം നമ്മളിപ്പോൾ ഡ്രൈവർ സ്വിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എഡ്വിനാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ സൈഡ് വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഒത്തിരി തരിശു ഭൂമികളുണ്ട്. പിന്നെ അവിടുത്തെ ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ഒന്നും അല്ല. കുറച്ച് വീടുകൾ മാത്രമേ കാണാനുള്ളൂ കേട്ടോ. ഞാൻ ഈ പറയുന്നത് ഞങ്ങൾ കേരളത്തിൽ നിന്ന് മധുരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണേ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാറ്റാടിപ്പാടങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടത്. അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ കാറ്റാടിപ്പാടങ്ങൾ കാണാൻ തന്നെ. ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത് കണ്ട ഏതോ ഒരു ഹോട്ടൽ ആര്യാസിൽ നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്തത് അവിടുത്തെ കോംബോ ആയിട്ടുള്ള മിനി ടിഫിനും പിന്നെ 2 പ്ലെയിൻ ദോശയായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ മിനി ടിഫിൻ കോംബോ. ദോശന്റെ ഒപ്പം നമുക്ക് തേങ്ങാ ചട്നി, മിന്റ് ചട്നി, അതുപോലെ തന്നെ ടൊമാറ്റോ ചട്നി ഇത്രയും കിട്ടുമായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മിനി ടിഫിൻ. മിനി ടിഫിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ഇഡ്ഡലി, ഒരു സിംഗിൾ പൂരി, ഒരു കുഞ്ഞ വടയും പിന്നെ അതിന് പറ്റിയ കറികളും കേസരി, പൊങ്കൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ മിനി ടിഫിൻ കോംബോയിൽ ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫിയും കൂടെ കിട്ടുമായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു കോഫിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അതും കുടിച്ച് വയറൊക്കെ നിറച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും നല്ല അടിപൊളി സൂര്യകാന്തി പാടം കണ്ടു കേട്ടോ. സൂര്യകാന്തി പാടം കണ്ടാൽ നമ്മൾ എങ്ങനെയല്ലേ വണ്ടി നിർത്താണ്ടിരിക്കുക. അതും ആരും ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ ഒരു സൂര്യകാന്തി പാടത്തിന് നടുക്ക് നിൽക്കുവാണ്. ഇതാണ് സൂര്യകാന്തി പാടം. ഒത്തിരി സൂര്യകാന്തികളുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ. ഞങ്ങൾ ഓൾറെഡി തെങ്കാശിയിലുള്ള ഒരു സൂര്യകാന്തി പാടം കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെയാണെങ്കിൽ ഭയങ്കര കാറ്റും ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇതാണെങ്കിൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം, അതും നമ്മുടെ റോഡ് സൈഡിനടുത്ത് തന്നെ. അപ്പം ഞങ്ങൾ എല്ലാവരും അവിടെ ഇറങ്ങി ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഞങ്ങൾ ഈ സൂര്യകാന്തി പാടമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവിടുത്തെ വെയിലാണ്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. എന്താ പറയുക, നമുക്ക് കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വെയിലായിരുന്നു. എന്നാലും ഞങ്ങൾ ആ സൂര്യകാന്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മധുരയ്ക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വലിയൊരു ഫാക്ടറി കണ്ടത്. ദൂരെ നിന്ന് കാണാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു. ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങളിത് എന്ത് ഫാക്ടറിയാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ബോർഡ് കണ്ടത്. റാംകോ സിമെൻറ്റ് ഫാക്ടറിയാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, സിമെൻറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി എന്ത് വലുതാണെന്ന്. നിങ്ങൾ ആരെങ്കിലും ഇതിന് മുന്നേ സിമെന്റ് ഫാക്ടറി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് മധുര എത്തിയാൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ജിഗർദണ്ഡ കുടിക്കാണ്ട് എങ്ങനെയാണല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മുടെ പ്ലാനിലുള്ള ഒരു ഐറ്റം ആയിരുന്നു ജിഗർദണ്ഡ. ഞങ്ങൾക്ക് ഒന്നാമത് ഭയങ്കര വെയിലും അതുപോലെ തന്നെ ചൂടൊക്കെ ആയത് കാരണം ഒന്ന് നമ്മുടെ ശരീരത്തെയൊക്കെ ഒന്ന് തണുപ്പിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യമേ തന്നെ പോയിട്ട് ഒരു 4 ജിഗർദണ്ഡ ഓർഡർ ചെയ്തു. ഈ മധുരയിൽ തന്നെ ഒത്തിരി ജിഗർദണ്ഡ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേക്ക് അടുത്തായിട്ടുള്ള ഒരു ഫേമസ് ജിഗർദണ്ഡ ഷോപ്പിൽ കയറിയിട്ടാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ മധുരയിൽ പോവാണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ് ജിഗർദണ്ഡ. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അവിടെ പോവാണെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ജിഗർദണ്ഡയൊക്കെ കുടിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇനി അടുത്ത് നമ്മുടെ സ്റ്റേയിലേക്കാണ് കേട്ടോ പോയത്. ഒന്നാമത് ഭയങ്കര ചൂടായത് കാരണം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം നമ്മൾ സ്റ്റേയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് സൈറ്റ് സീയിങ് ആക്ടിവിറ്റീസിന് വേണ്ടി ഇറങ്ങാമെന്ന്. അപ്പം നമ്മൾ ഡയറക്റ്റ് റൂമിലേക്കാണ് പോയത്. നമ്മൾ booking.com വഴിയാണ് കേട്ടോ ബുക്ക് ചെയ്തത്. നമ്മളൊരു ചെറിയ വീടാണ് കേട്ടോ എടുത്തത്. അതിൽ 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു മിനി
ഡൈനിങ് ഹാള്, ഒരു കിച്ചൺ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഒരു റൂമായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് ആളെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കിന് ആൾ പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നവർ ആ ടൈം ആയപ്പോഴത്തേക്കിന് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ചെറുതായിട്ട് ക്ലീനിങ് ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല റൂമായിരുന്നു കേട്ടോ. ഹോം ടൂർ ഇതിൻ്റെ ബാക്കി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ലഗേജ് ഒക്കെ എടുത്ത് വെച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണല്ലോ. അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഞങ്ങൾ ഒരു 3 മണി 3:30 ഒക്കെ ആയപ്പോഴത്തേക്കും എണീറ്റ് പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ മധുര മീനാക്ഷി ടെമ്പിൾ കാണാനാണ് കേട്ടോ പോയത്. അപ്പോൾ അതാണല്ലോ നമ്മുടെ മധുരയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അവിടെ പോകുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ കുളിച്ച് റെഡി ആയിട്ട് ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം അമ്പലത്തിൽ കയറാനുള്ളത്. അപ്പം ബാക്കി വീഡിയോസ് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.